ഏവർക്കും നേർക്കാഴ്ചയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തേക്കടിയിലാണ്. തേക്കടിയിലെ ഒരു വലിയ ആൽമരത്തിന് ചോട്ടിലാണ് ഞാനിപ്പോൾ. വലിയൊരു അത്ഭുതമാണ് ഈ മരം. കണ്ടോ, ഒരാൾക്ക് സുഖമായിട്ട് അകത്ത് താമസിക്കാം. ആ രീതിയിലുള്ള ഹോളുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നിൽക്കുന്നത് എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് വലിയൊരു അതിശയം തന്നെയാണ്. കണ്ടോ, ഇത് ഒരാൾക്ക് അകത്തേക്ക് 2 പേർക്ക് സുഖമായിട്ട് കയറിപ്പോകും. അതുപോലുള്ള ഹോളും കാര്യങ്ങളൊക്കെയാണ്. ഇത് വേരാണ്, ഇതിൻ്റെ ഒരു ആൽമരത്തിൻ്റെ, വലിയൊരു ആൽമരത്തിൻ്റെ വേരുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി ഇത് നിൽക്കുന്നത് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ തേക്കടിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്ന ഒരു സ്ഥലമുണ്ട്. തേക്കടി പെരിയാറിന് തീരത്ത് ബോട്ടിങ്ങിനായി ആളുകൾ വരുന്നതിന് തൊട്ടടുത്തായിട്ടാണ് ഈ മരങ്ങൾ നിൽക്കുന്നത്. ഇതാണ് ബോട്ടിങ്ങിന് വേണ്ടി ടിക്കറ്റും മറ്റും കൊടുക്കുന്ന സ്ഥലം. ടിക്കറ്റ് കൗണ്ടർ ഉണ്ടോ, ഇതിൻ്റെ സമയവും കാര്യങ്ങളെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെയാണ് ബോട്ടിംഗ് സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഈ കാടിന് നടുക്കായിട്ടാണ്. ഫോറസ്റ്റിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയിട്ട് വേണം ഇതിനകത്തേക്ക് കയറാനായിട്ട്. ഇതാണ് ടിക്കറ്റ് എടുത്ത് പുറത്തേക്ക് പോകുന്നതിനും വെയിറ്റിങ്ങിനും മറ്റുമായിട്ടുള്ള കേന്ദ്രം. ഇവിടെ നിന്നാണ് ബോട്ടിംഗ് നടത്തുന്നത്. അതിനുവേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് KTDC ആണ്, അതായത് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇവരുടേതായിട്ട് ഈ കാടിന് നടുക്ക് 3 ഹോട്ടലുകളുണ്ട്. 2-3 ഹോട്ടലുകളുണ്ട്. അതിൽ ഒന്ന് അരണ്യ നിവാസ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. അതാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നും ഇറങ്ങി പോകുന്ന ഭാഗത്തായിട്ടാണ് ഈ ബോട്ടിങ്ങിനുള്ള സ്ഥലം റെഡിയാക്കിയിരിക്കുന്നത്. അതെല്ലാം നിയന്ത്രിക്കുന്നത് KTDC ആണ്. ഇവിടെ താമസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായ ഒരു അനുഭവമാണ്. കാരണം കാടിന് നടുക്കായതുകൊണ്ട് ഇവിടെ വന്യമൃഗങ്ങൾ രാത്രിയിലെല്ലാം ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെയധികം മനുഷ്യരോട് ഇടപഴകി മനുഷ്യർ പേടിയില്ലാതെ നമ്മുടെ അരികിലേക്ക് വരുന്ന വന്യമൃഗങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊരു സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുങ്ങളെല്ലാം വരും. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ അതായിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. ഇതെന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന ഭാഗത്താണ്, ബോട്ടിങ്ങിനായിട്ട് ഇറങ്ങിപ്പോകുന്ന ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മരം നിൽക്കുന്നത്. വലിയൊരു ആൽമരമാണ്, ഭയങ്കര വണ്ണമുള്ള വലിയൊരു ആൽമരമാണ്. അതിൻ്റെ വേരുകളാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഒരിക്കൽ കൂടി ഞാൻ അതിൻ്റെ ഭംഗി ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അതിശയിപ്പിക്കുന്ന ഒരു ഭംഗി, അതായത് വളരെയധികം ഉയരമുള്ള ഒരു മരമാണ്, നല്ല വണ്ണവുമുണ്ട്. ഇതിൻ്റെ വേരുകളാണ് ഈ കാണുന്നത്. ഈ വേരുകളുടെ ഉള്ളിലേക്ക് 2 പേർക്ക് സുഖമായിട്ട് പോകാം. കണ്ടോ, ആ രീതിയിലുള്ള ഹോളും കാര്യങ്ങളുമാണ് ഇതിനകത്തുള്ളത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് വളരെയധികം അത്ഭുതം തോന്നിക്കും നമുക്കിത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതിൻ്റെ ചുറ്റുവരം ഞാൻ കാണിച്ചു തരാം. എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ വലിയ വലിയ വേരുകളാണ്. ഇത് ആൽമരം എന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആൽമരമാണ്. ഇതിൻ്റെ വേരുകളുടെ വണ്ണവും ഇതെല്ലാം നമുക്ക് വളരെയധികം അതിശയം തോന്നും. കണ്ടോ, ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. വലിയ വലിയ ഹോളുകൾ. നമുക്ക് പേടിയാകും അകത്ത് വല്ലതും ഉണ്ടാകുക എന്നുള്ള, വല്ല ജന്തുക്കളോ മറ്റും ഉണ്ടാകുമോ എന്നുള്ള പേടിയുണ്ട്. എന്നാലും നമ്മളത് അതിൻ്റെ ആ ഒരു ഭീകരത ഭയങ്കരമാണ്. നമുക്കത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഇത് നമുക്ക് മനസ്സിലാവും. എന്തായാലും വളരെയധികം കൗതുകം നിറഞ്ഞൊരു കാഴ്ചയാണത്. അത് നേരിട്ട് കണ്ടാലേ നമുക്കത് ബോധ്യമാവുകയുള്ളൂ. എന്തായാലും എൻ്റെ അടുത്ത വീഡിയോയിൽ ഈ ഹോട്ടലുകളിൽ വരുന്ന വന്യമൃഗങ്ങളെക്കുറിച്ചാണ്. അത് അവരുടെ വീഡിയോയാണ്. അപ്പോൾ ആ വീഡിയോ കാണാൻ ആരും മറക്കരുത്. ഉടനെ തന്നെ ഉണ്ടാവും അത്. അപ്പോൾ മാനുകളും മ്ലാവുകളും അതേപോലെ തന്നെ മുള്ളം പന്നികളും എല്ലാം നമ്മുടെ അരികിലൂടെ പോകുന്ന, അതേപോലെ കാട്ടുപന്നികൾ എല്ലാം നമ്മുടെ അരികിലൂടെ പോകുന്ന ഒരവസ്ഥ വളരെയധികം രസകരമാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇതാണ് ഈ മരത്തിൻ്റെ ചുറ്റോറവും നടന്നുള്ള കാഴ്ച.
ഇവിടെ പെരിയാർ ടൈഗർ റിസർവ് എന്ന് എഴുതിയ ആർച്ച് നമുക്ക് കാണാം. അതിന് മുകളിൽ കടുവയെയും കാണാം. ഇതല്ലാതെ കടുവയെ ഞാൻ ഇവിടെ വന്നിട്ട് നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ബോട്ടിങ്ങിന് പോയ ചിലർ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഫോട്ടോ എടുത്തിട്ട് അത് കാണിച്ച് തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബോട്ടിങ്ങിനായിട്ട് വരുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് ബോട്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത ബോട്ടിങ്ങിന് വേണ്ടി ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അക്കരെ ഏതോ മൃഗങ്ങൾ നിൽപ്പുണ്ട്, പക്ഷെ ക്ലിയർ അല്ല. ഞാൻ സൂം ചെയ്ത് നോക്കി, ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഒന്നില്ലെങ്കിൽ കാട്ടുപന്നിയോ അതുപോലുള്ള എന്തെങ്കിലും ആയിരിക്കും. കാട്ടുപോത്തുകൾ എല്ലാം വെള്ളം കുടിക്കാനായിട്ട് വരും. അതാണ് ആ കണ്ടത്. ഒന്നുകൂടി നമുക്ക് സൂം ചെയ്ത് കിട്ടുമോ എന്ന് നോക്കാം. ആ കാണുന്ന ഭാഗത്താണ് ഏതോ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് സൂം ചെയ്ത് ക്ലിയർ ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് കാണുന്നില്ല, സൂം ചെയ്തിട്ട് അത്ര ക്ലിയർ ആവുന്നില്ല. എങ്കിലും ഒന്നുകൂടി അടുത്തേക്ക് ചെന്ന് നമുക്ക് ട്രൈ ചെയ്യാം. കണ്ടോ, ഏതോ കാട്ടുപന്നികളോ കാട്ടുപോത്തുകളോ ആണ് അവിടെ ഇടിപിടിക്കുന്ന സീനാണ് അപ്പുറത്ത് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ ഇവിടെ ഒരു 2-3 വെള്ളം കുടിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അതിൽ കുറച്ചുകൂടി നമുക്ക് അടുത്ത് പോയി പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം, ട്രൈ ചെയ്യാം. ഇത് നമുക്ക് സൂം ചെയ്തെടുക്കുന്നതിനൊരു പരിധിയുണ്ട്. എന്തായാലും ഇതിൽ ആരും നിരാശരാകേണ്ട. നമുക്ക് ഈ വന്യമൃഗങ്ങളുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ടുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്കത് കാണാം. എല്ലാവർക്കും വളരെയധികം കൗതുകമുള്ളൊരു കാഴ്ചയാണത്. നമ്മുടെ തൊട്ടടുത്ത് ഈ പറയുന്ന വന്യജീവികൾ വരിക, കാണുക എന്ന് വെച്ചാൽ അതിന്റെ വീഡിയോസ് ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. അതും രാത്രി സമയങ്ങളിലാണെന്ന് കൂടി ഓർക്കണം. രാത്രി സമയങ്ങളിൽ നമ്മുടെ അടുത്ത് വരിക, നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ ഓടിച്ചിടുന്ന ഒരു അനുഭവം. മുള്ളംപന്നിയൊക്കെ നമ്മുടെ നേരെ വന്ന് നമ്മളെ ഓടിച്ചിടുക എന്ന് പറയുമ്പോൾ ഉള്ള ഒരു അനുഭവം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്തായാലും അടുത്ത വീഡിയോയിൽ അതെല്ലാം നമുക്ക് കാണാം. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ അതെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. എന്തായാലും അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. ഇതെല്ലാം മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നതാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ഇത്രയധികം ദൂരം നിന്ന് ചെയ്യുന്നത് കൊണ്ട് അത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഉടനെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വന്യജീവികളുടെ വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.